ഹായ് സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ബേസ് തിയറത്തിൻ്റെ ബാലൻസ് ആയിട്ടുള്ള 3-4 ക്വസ്റ്റ്യൻസിലൂടെ അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കിയട്ടെ, അടുത്ത യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് 3n കണ്ടെയ്ൻസ് ഒരു വൈറ്റ് 2 ബ്ലാക്കും 3 റെഡുമാണ്. അപ്പോൾ നമുക്ക് ഏണെന്ന് വരച്ചു നോക്കാം. ആദ്യത്തെ ഏൺ എടുക്കുന്നു, അതിനകത്ത് ഒരു വൈറ്റ് ഉണ്ട്, 2 ബ്ലാക്കും 3 റെഡുമാണുള്ളത്. രണ്ടാമത്തെ ഏണിനകത്ത് എന്താ ഉള്ളത്? രണ്ടാമത്തെ ഏണിനകത്ത് 2 വൈറ്റും 1 ബ്ലാക്കും 1 റെഡുമാണ് രണ്ടാമത്തെ ഏണിനകത്തുള്ളത്. മൂന്നാമത്തെ ഏണിനകത്തുള്ളതോ 4 വൈറ്റും 2 ബ്ലാക്കും 3 റെഡുമാണ് മൂന്നാമത്തെ ഏണിനകത്തുള്ളത്. ഓക്കെ, 1 ഏൺ ഈസ് ചൂസൺ അറ്റ് റാൻഡം. ഒരു ഏണിനെ നമ്മൾ റാൻഡമായിട്ട് ചൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം B1 B2 B3 എന്ന് പറയുന്ന ഫസ്റ്റും സെക്കൻഡും ഏണിനെ കിട്ടാനുള്ള പ്രോബബിലിറ്റി ആയിട്ട് എടുക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ P ഓഫ് B1, അതായത് ഈ 3 കൂടെ കിട്ടാനുള്ള പ്രോബബിലിറ്റി തന്നെ P ഓഫ് B1, 3 ഏണുള്ളതുകൊണ്ട് P ഓഫ് B1 എന്ന് പറയുന്നതും P ഓഫ് B2 എന്ന് പറയുന്നതും P ഓഫ് B3 എന്ന് പറയുന്നതും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇത് 3 എത്രയാണ്? 3-ൽ നിന്നും ഏതെങ്കിലും ഒരു കൂടെ സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 1/3 ആണ്. ഇനി 2 ബോൾസ് ആർ സെലക്ടഡ്. എത്ര ബോളിനെ സെലക്ട് ചെയ്യുന്നു? 2 ബോളിനെ സെലക്ട് ചെയ്യുന്നു. ദേ ഹാപ്പൻസ് ടു വൈറ്റ്. സെലക്ട് ചെയ്യുന്ന ബോൾ വൈറ്റ് ആണ്. നമുക്ക് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദേ കെയിം ഫ്രം A2. രണ്ടാമത്തെ കൂടയിൽ നിന്ന് കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ആദ്യത്തെ കൂടയിൽ നിന്ന് വൈറ്റ് ബോളിനെ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ആദ്യത്തെ കൂടയിൽ നിന്ന് വൈറ്റ് ബോളിനെ കിട്ടാനുള്ള പ്രോബബിലിറ്റി P ഓഫ് A ഗിവൺ B1 ആണ്. അപ്പം ആദ്യത്തെ കൂടയിൽ എത്ര വൈറ്റ് ബോൾ എടുക്കേണ്ടത്? 2 വൈറ്റ് ബോളാണ്. പക്ഷെ അവിടെ എത്ര വൈറ്റ് ബോളേ ഉള്ളൂ? 1 വൈറ്റ് ബോളേ ഉള്ളൂ. 1 വൈറ്റ് ബോളിൽ നിന്നും നമുക്ക് 2 വൈറ്റ് ബോൾ എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം P ഓഫ് A ഗിവൺ B1 എന്താ? 0 ആവും. ഇനി രണ്ടാമത്തെ കൂടയിൽ നിന്ന് വൈറ്റ് ബോളിനെ കിട്ടാനുള്ള പ്രോബബിലിറ്റി P ഓഫ് A ഗിവൺ B2 ആണ്. രണ്ടാമത്തെ കൂടൽ 2 വൈറ്റ് ബോളാണ്. അതിൽ നിന്ന് 2 ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി 2C2 ആണ്. അവിടെ ടോട്ടൽ 4 ബോളാണ്. അതിൽ നിന്ന് 2 ബോളിനെ സെലക്ട് ചെയ്യുന്നു. 4C2 വരും. ഓക്കെ, 2C2 1 ആണ്. 4C2ൻ്റെ വാല്യൂ എങ്ങനെ കാണുന്നത്? 4C2ൻ്റെ വാല്യൂ 4 × 3/1 × 2 ആണ്. ഈ 2ഉം 4യുടെ കട്ടാകുമ്പോൾ 2 ആണ്. 2 × 3 = 6 വരും. P ഓഫ് A ഗിവൺ B2 6 വരും. ഇനി മൂന്നാമത്തെ കൂടയിൽ നിന്ന് 2 വൈറ്റ് ബോളിനെ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? P ഓഫ് A ഗിവൺ B3 ആണ്. P ഓഫ് A ഗിവൺ B3 എന്ത് വരും? 4 വൈറ്റ് ബോളിൽ നിന്ന് 2 വൈറ്റ് ബോളിനെ കിട്ടാനുള്ള പ്രോബബിലിറ്റി 4C2 ഡിവൈഡഡ് ബൈ 3 വരും. 4 + 2 6, 6 + 3 9C2 വരും. ഓക്കെ, 4C2 കാണാനുള്ള ഇക്വേഷൻ ആണ് 4C2 = 4 × 3/1 × 2 ആണ്. 9C2 9 × 8/1 × 2 വരും. ഓക്കെ, രണ്ടിടത്തും 1 × 2 ക്യാൻസൽ ആയിപ്പോൾ ബാക്കി 4 × 3/9 × 8 ആണ്. 3ഉം 9 കട്ടാകുമ്പോൾ ഇവിടെ 3 വരും. 4ഉം 8 കട്ടാകുമ്പോൾ 2 വരും. 3 × 2 6 വരും. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് A ഗിവൺ B3 = 6 വരും. ഓക്കെ, അപ്പം രണ്ടാമത്തെ ഏണിൽ നിന്നും വൈറ്റ് ബോളിനെ കിട്ടാനുള്ള പ്രോബബിലിറ്റി ബേസ് തിയറം അനുസരിച്ച് എന്താണ്? P ഓഫ് B2 ഗിവൺ A ആണ്. P ഓഫ് B2 നമ്മൾ നേരത്തെ ക്വസ്റ്റിനകത്തെല്ലാം E1 E2 E3 എടുത്തില്ലേ? ആ E1 E2 E3 തന്നെയാണ് B1 B2 B3 എന്ന് എടുത്തേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് B1 B2 B3 എന്ന് എടുക്കുന്നതിന് പകരം E1 E2 E3 എന്ന് എടുത്താലും തെറ്റില്ല. ഓക്കെ, അതേപോലെ വൈറ്റ് ബോളിനെ എടുക്കുന്നതിന് A എന്ന് എടുക്കുന്നു. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് B2 ഗിവൺ A = P ഓഫ് A ഗിവൺ B2 ഇൻറ്റു P ഓഫ് B2 വരും ഡിവൈഡഡ് ബൈ സിഗ്മ P ഓഫ് B1 ഇൻറ്റു സിഗ്മ P ഓഫ് B1 ഇൻറ്റു A ഗിവൺ B2. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു P ഓഫ് B2 എത്രയാണ്? P ഓഫ് B2 1/3 ആണ്. 1/3 ഇൻറ്റു P ഓഫ് A ഗിവൺ B2 A ഗിവൺ B2 1/6. ഇപ്പം ന്യൂമറേറ്റർ 1/3 ഇൻറ്റു 1/6 വരും. ഡിനോമിനേറ്റർ എന്ത് വരും? P ഓഫ് B1 1/3 ആണ് ഇൻറ്റു P ഓഫ് A ഗിവൺ B1 A ഗിവൺ B1 എത്രയാണ്? 0 വരും. അപ്പോൾ 1/3 ഇൻറ്റു 0 വരും ആദ്യത്തേത്. അടുത്തത് P ഓഫ് B2 1/3 ആണ് ഇൻറ്റു P ഓഫ് A ഗിവൺ B2 1/6 വരും. പ്ലസ് P ഓഫ് B3 1/3 ആണ്. P ഓഫ് A ഗിവൺ B3 1/6 വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/3 ഇൻറ്റു 1/6 എത്ര വരും? അപ്പം ഇത് വേണ്ടേ, ഈ സ്റ്റെപ്പിനകത്ത് കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്, ഇത് വേണ്ട. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു 1/6 ന്യൂമറേറ്റർ 1/18 വരും. ശരിയല്ലേ? ഡിനോമിനേറ്റർ ഇത് 0 ആയപ്പോൾ ഇത് 1/3 ഇൻറ്റു 1/6 1/18 വരും. അപ്പം 1/18 പ്ലസ് 1/18 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു തരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/18 ഡിവൈഡഡ് ബൈ 2/18 വരും. രണ്ടിടത്തും കോമൺ ഡിനോമിനേറ്റർ 18 ക്യാൻസൽ ആയാൽ ബാക്കി ആൻസർ എത്ര വരും? 1/2 വരും. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ ബോൾട്ട് ഫാക്ടറി മെഷീൻ എയും ബിയും സിയും മാനുഫാക്ചർ ചെയ്യുന്നു റെസ്പെക്റ്റീവ്ലി
25%, 35%, 40% of the total production respectively of their total output 5 ഉം 4 ഉം 2% respectively are defective bolt ആണ്. A bolt is drawn at random. ഒരു ബോൾട്ടിനെ റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്നു. ഈസ് ഫൗണ്ട് ടു ബി ഡിഫക്റ്റീവ് ആണ്. വാട്ട് ആർ ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വാസ് മാനുഫാക്ചർഡ് ബൈ ദ മെഷീൻ എയും ബിയും സിയും ആണ്. ഓക്കെ, അപ്പം ബേസ് തിയറം അനുസരിച്ച് E1 എന്ന് പറയുന്ന ഇവന്റ് ദാറ്റ് ബോൾട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ മെഷീൻ എയും, E2 എന്ന് പറയുന്ന ഇവന്റ് ദാറ്റ് ബോൾട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ മെഷീൻ ബിയും, E2 എന്ന് പറയുന്ന ഇവന്റ് ദാറ്റ് ബോൾട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ മെഷീൻ സിയും എടുക്കുന്നു. പി ഓഫ് E1 ക്വസ്റ്റിനകത്ത് 25% തന്നിട്ടുണ്ട്, 25/100. പി ഓഫ് E2 എന്ന് വെച്ചാൽ 35%, 35/100 ആണ്. പി ഓഫ് E3 40%, 40/100 വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ പി ഓഫ് E1, E2, E3 കിട്ടി. ഇനി E എന്ന് പറയുന്ന ഇവന്റ് ബോൾട്ട് ചൂസൺ ഈസ് പ്രൊസീഡ് ടു ഡിഫക്റ്റീവ് ആണ്. അപ്പം ആദ്യം പി ഓഫ് E ഗിവൺ E1 എത്ര വരും? എത്രയാണ്? 5/100 വരും. E ഗിവൺ E2 ആകുമ്പോൾ 4/100, E ഗിവൺ E3 ആകുമ്പോൾ 2/100. ഇതാണ്ട് ഡിഫക്റ്റീവ് 5 ഉം 4 ഉം 2 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ E ഗിവൺ E1 ഉം E ഗിവൺ E2, E ഗിവൺ E3. അപ്പം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി എ ബോൾട്ട് ഈസ് ടോണിൻ്റെ എന്താണ് പ്രോബബിലിറ്റീസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ മെഷീൻ എയും മെഷീൻ ബിയും മെഷീൻ സിയും 3 കേസും കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം പ്രോബബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് ബോൾ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ മെഷീൻ എ എന്ന് വെച്ചാൽ പി ഓഫ് E1 ഗിവൺ E ആണ് കണ്ടുപിടിക്കേണ്ടത്. E1 ഗിവൺ E ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് E1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് E ഗിവൺ E1. ഡിനോമിനേറ്റർ എല്ലായിടത്തും സെയിം ആണ് നമ്മൾ പറഞ്ഞു. P of E1 into P of E given E1 plus P of E2 into P of E given E2 plus P of E3 into P of E given E3. നമ്മൾ നേരത്തെ ക്വസ്റ്റിനകത്ത് പറഞ്ഞതുപോലെ വാല്യൂസ് നമ്മുടെ ഉണ്ട്. ആ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 25/100 into 5/100 ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ 25/100 into 5/100 വരും. അടുത്തത് 35/100 into 4/100, അടുത്തത് 40/100 into 2/100 വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു രണ്ടിടത്തും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 100 into 100 ആണ് കോമൺ ഡിനോമിനേറ്റർ. അത് ക്യാൻസൽ ആക്കിയാൽ ന്യൂമറേറ്റർ 25 into 5 വരും. ഡിനോമിനേറ്റർ 25 into 5a plus 35 into 4 plus 4 into 2. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ ഇത് കിട്ടി. അപ്പോൾ പ്രൊഡ്യൂസ്ഡ് ബൈ മെഷീൻ എ ആണെങ്കിൽ. ഇനി മെഷീൻ ബി ആണെങ്കിൽ എന്ത് മാറ്റമേ ഉള്ളൂ? പ്രോബബിലിറ്റി ഓഫ് E2 ഗിവൺ E ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് E2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് E ഗിവൺ E2 വരെ ന്യൂമറേറ്റർ. ഡിനോമിനേറ്ററിന് മാറ്റമില്ല. ഡിനോമിനേറ്റർ എന്താണോ ഇവിടെ വന്ന് ആ ഡിനോമിനേറ്റർ തന്നെയാണ്. അതിൻ്റെ ഷോർട്ട് ഫോം ആണ് നമ്മൾ ഈ കൊടുത്തേക്കുന്ന സിഗ്മ പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് E ഗിവൺ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി സിംപ്ലിഫൈ ചെയ്തത് ഇവിടെ വെച്ചിട്ടുണ്ട് 345. ആ വാല്യൂ നമ്മൾ അതേപോലെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ന്യൂമറേറ്റർ പി ഓഫ് E2 എന്ന് വെച്ചാൽ 35/100 ഇൻറ്റു 4/100 ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ 140/345 കിട്ടി ആൻസർ. ഓക്കെ ആണല്ലോ. ഇനി അതേപോലെ പ്രൊഡ്യൂസ്ഡ് ബൈ മെഷീൻ സി ആണെങ്കിൽ പി ഓഫ് E3 ഗിവൺ E ആണ്. പി ഓഫ് E3 ഇൻറ്റു പി ഓഫ് E ഗിവൺ E3 ഡിവൈഡഡ് ബൈ 345 വരും. അതിനെ സിംപ്ലിഫൈ ചെയ്ത് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ. സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ അതേപോലെയാണ്. ദെയർ ആർ 2 ബാഗ്സ്. 2 ബാഗ് എടുക്കുന്നു. 2 ബാഗിനകത്ത് എന്താണ് ആദ്യത്തെ ബാഗിനകത്ത് 4 വൈറ്റും 3 ബ്ലാക്കും ബോൾസ് ആണ്. രണ്ടാമത്തെ വൈറ്റിനകത്ത് 3 വൈറ്റും 7 ബ്ലാക്കും ബോളുമാണ്. ഓക്കെ, ഒരു എ ബാഗ് ഈസ് ചൂസൺ എസ് റാൻഡം. ബാഗിന് റാൻഡമായിട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പം E1 ഉം E2 ആണ് ബാഗിന്. E1 ബി ദ ഇവന്റ് ഓഫ് ചൂസിങ് ബാഗ് E1 ഉം E2 ബി ദ ഇവന്റ് ഓഫ് ചൂസിങ് ബാഗ് E2 ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് E1 ഉം പ്രോബബിലിറ്റി ഓഫ് E2 ഉം സെയിം ആയിരിക്കും. രണ്ടും 1/2 വരും. ഓക്കെ, ഇനി ഫൈൻഡ് ദ ബോൾ ഈസ് ഡ്രോൺ അറ്റ് റാൻഡം. ഒരു ബോളിനെ റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്നു. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ബോൾ ഈസ് വൈറ്റ്. ബോൾ എന്താണ്? വൈറ്റ് ആകാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. ഇനി ഇഫ് ദ ബോൾ ഈസ് വൈറ്റ്, ബോൾ വൈറ്റ് ആണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ഫ്രം ദ ഫസ്റ്റ് ബാഗ്. ഓക്കെ, അപ്പം ഫസ്റ്റ് ബോൾ അതായത് ഫസ്റ്റ് ബോളിൽ നിന്ന് ബാഗ് സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്ര? 4/7 വരും. ഫസ്റ്റ് ബോളിൽ നിന്ന് ബാഗ് സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 4/7 ഉം രണ്ടാമത്തെ ബോളിൽ നിന്ന് ബാഗ് സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 3/7 വരും. അപ്പോൾ 4/7 വരും. സോറി 3/7 അല്ല 3/10 വരും. ഓക്കെ, 3/10 വരും. അങ്ങനെയാണെങ്കിൽ ബേസ് തിയറത്തിനനുസരിച്ച് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വൈറ്റ് ബോൾ ആണ് സെലക്ട് ചെയ്യേണ്ടത്. വൈറ്റ് ബോൾ ഫസ്റ്റ് ബാഗിൽ നിന്ന് എടുക്കണം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് E1 ഗിവൺ എ വരും. പ്രോബബിലിറ്റി ഓഫ് E1 ഗിവൺ എ ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് E1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ E1 വരും. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്ത് വരും? ഡിനോമിനേറ്റർ പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1 പ്ലസ് പി ഓഫ് E2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E2. ഇപ്പം നിങ്ങൾക്ക് ഇക്വേഷൻ ഒക്കെ എഴുതാൻ മനസ്സിലായെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ നിങ്ങൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ ഇത് ബേസ് തിയറത്തിൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ. ഇത്രയും പ്രോബ്ലമാണ് ബേസ് തിയറത്തിൻ്റെ ക്വസ്റ്റ്യൻ. ഇനി എന്താ ബേസ് തിയറത്തിൻ്റെ ക്വസ്റ്റ്യൻ ഇവിടെയാണ് വരുന്നത്. ഇത് ഞാൻ ഇട്ടിരിക്കുന്നത് വേറെ 2 ക്വസ്റ്റ്യൻ ആണ്. ഇതാ ബേസ് തിയറത്തിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ. എ ബാഗ് കണ്ടെയ്ൻ 10 balls either black or white. It is known how many each color is in the bag. ഓക്കെ, അതായത് ഒരു ബാഗിനകത്ത് എന്തുണ്ട്, എ ബാഗ് കണ്ടെയ്ൻ 10 balls, ഒരു ബാഗിനകത്ത് 10 ബോൾ ഉണ്ട്. ഐദർ ബ്ലാക്ക് ഓർ 10, ഒന്നുകിൽ ബ്ലാക്ക് ആകാം അല്ലെങ്കിൽ വൈറ്റ് ആകാം. ഇറ്റ് ഈസ് നോൺ ഹൗ മെനി ഓഫ് ഈച്ച് കളർ ഈസ് ഇൻ ദ ബാഗ്. നമുക്ക് അതിനകത്ത് ഏതൊക്കെ കളറാണെന്ന് അറിയത്തില്ല. 10 ബോൾ ഉണ്ടെന്നേ അറിയത്തുള്ളൂ. അതിൽ എത്ര ബ്ലാക്ക് ഉണ്ടെന്നോ എത്ര വൈറ്റ് ഉണ്ടെന്നോ നമുക്ക് അറിയത്തില്ല. എ ബോൾ ഈസ് ഡ്രോൺ അറ്റ് റാൻഡം, ഒരു ബോളിനെ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുന്നു. ആൻഡ് ഈസ് ഫൗണ്ട് ടു ബി വൈറ്റ്, ആ സെലക്ട് ചെയ്യുന്ന ബോൾ എന്താണ്, വൈറ്റ് ആണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ബാഗ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് 5 ബോൾ, ബാഗിനകത്ത് അറ്റ്ലീസ്റ്റ് 5 ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ബോളിനകത്ത്, ഒരു ബാഗിനകത്ത് 10 ബോളുണ്ട്. ആ 10 ബോളിൻ്റെ കളർ വൈറ്റും ബ്ലാക്കുമാണ്. പക്ഷെ നമുക്ക് എന്തറിയത്തില്ല, ആ ബോൾ വൈറ്റ് ആണോ അതോ ബ്ലാക്ക് ആണോ എന്ന് നമുക്ക് അറിയത്തില്ല. നമ്മൾ ഒരു ബോളിനെ റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്യുന്ന ബോൾ വൈറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, അറ്റ്ലീസ്റ്റ് 5 ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ കറസ്പോണ്ടിങ് ഇവൻസിനെ B1 B0 B1 B2 എക്സെട്ര B10 എന്ന് പറയുന്ന 10 ബോൾ ഉണ്ടെന്ന് നമ്മൾ കറസ്പോണ്ടിങ് ഇവൻസിനെ ഡിനോട്ട് ചെയ്യുന്നു. ഇനി എ എന്ന് പറയുന്ന ഇവന്റിനെ നമ്മൾ എന്തായിട്ട് സെലക്ട് ചെയ്യുന്നു, ലെറ്റ് എ ബി ദ ഇവന്റ്, ദ ബോൾ ഡ്രോൺ ഈസ് വൈറ്റ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന ബോൾ വൈറ്റ് ആകുന്നതിൻ്റെ ഇവന്റിനെ എ എന്ന് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ബാഗ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് 5 ബോൾ, അറ്റ്ലീസ്റ്റ് 5 ബോൾ ബാഗിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി ബേസ് തിയറം അനുസരിച്ച് നമുക്ക് എങ്ങനെ എഴുതാം, പ്രോബബിലിറ്റി ഓഫ് BR ഗിവൺ എ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് BR ഗിവൺ എ കാണാൻ ഇക്വേഷൻ ആണ് നമ്മൾ ബേസ് തിയറം അനുസരിച്ച് probability of BR into probability of A given BR divided by summation R is equal to 1 to 10 probability of BR into probability of A given BR ആയിരിക്കും. ഇത്രയൊക്കെ ആണല്ലോ. അതായത് നമ്മൾ എന്താണ്, നമ്മുടെ ഇവൻസിനെ, അതായത് നമ്പർ ഓഫ് വൈറ്റ് ബോൾ ഉള്ള ബാഗ് 0 1 2 3 എക്സെട്ര 10 ആണെങ്കിൽ B0 B1 B2 എക്സെട്ര B10 വരെ ആയിരിക്കും നമ്മുടെ ഇവൻസിനെ നമ്മൾ ചൂസ് ചെയ്യുന്നു. അത് എന്താണ്, വൈറ്റ് ബോളുള്ള ബാഗുകളാണ്. വൈറ്റ് ബോളുള്ള ബാഗുകളുടെ ഇവൻസിനെ നമ്മൾ B0 B1 B2 എക്സെട്ര B10 എന്ന് എടുക്കുന്നു. നമ്മൾ സെലക്ട് ചെയ്യുന്ന ബോൾ വൈറ്റ് ആണെങ്കിൽ അതിൻ്റെ ഇവൻറ്റിനെ നമ്മൾ A എന്ന് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ്, ബേസ് തിയറം അനുസരിച്ച് P ഓഫ് BR ഗിവൺ A ഈസ് ഈക്വൽ ടു തന്നെ P ഓഫ് BR ഇൻറ്റു P ഓഫ് A ഗിവൺ BR ഡിവൈഡഡ് ബൈ സമ്മേഷൻ P ഓഫ് BR ഇൻറ്റു P ഓഫ് A ഗിവൺ BR ആയിരിക്കും. ഓക്കെ, അപ്പോൾ P ഓഫ് BR എത്രയാണ്, P ഓഫ് BR ഇസ് ഈക്വൽ ടു 1/11 ആയിരിക്കും. P ഓഫ് BR 1/11 പറയാൻ കാരണം ആറിൻ്റെ വാല്യൂ 0 മുതൽ 10 വരെയാണ്. അപ്പോൾ ടോട്ടൽ എത്ര വരും, 11 വരും. അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യേണ്ട പ്രോബബിലിറ്റിയാണ് P ഓഫ് BR. P ഓഫ് BR ഇസ് ഈക്വൽ ടു എത്രയാണ്, 1/11 വരും. ഇനി പ്രോബബിലിറ്റി ഓഫ് A ഗിവൺ BR ഓ, പ്രോബബിലിറ്റി ഓഫ് A ഗിവൺ BR ഇസ് ഈക്വൽ ടു R/10 വരും. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് A ഗിവൺ BR R/10 ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് BR ഗിവൺ A ഇസ് ഈക്വൽ ടു ദ ഇക്വേഷൻ നമ്പർ 1 നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പ്രോബബിലിറ്റി ഓഫ് BR എത്ര, പ്രോബബിലിറ്റി ഓഫ് BR എന്ന് പറഞ്ഞാൽ 1/11 ആണ്. ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A ഗിവൺ BR അല്ലേ, അത് എത്ര വരും, R/10. 1/11 ഇൻറ്റു R/10 ഡിവൈഡഡ് ബൈ സമ്മേഷൻ R ഇസ് ഈക്വൽ ടു 0 to 10 1/11 ഇൻറ്റു R/10 വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ R/55 വരും. ശരിയല്ലേ. R/ സമ്മേഷൻ സിഗ്മ ഈസ് ഈക്വൽ ടു R ഇസ് ഈക്വൽ ടു, എതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് മനസ്സിലായി. സമ്മേഷൻ അതായത് ബേസ് തിയറം അനുസരിച്ച് ന്യൂമറേറ്റർ എത്ര, ന്യൂമറേറ്റർ R/ എത്ര വരും, ന്യൂമറേറ്റർ R ഡിവൈഡഡ് ബൈ 11 ഇൻറ്റു 10 11 and 10 വരും. സമ്മേഷൻ ആകുമ്പോൾ എന്ത് വരും, സമ്മേഷൻ ആകുമ്പോൾ അവിടെ 1/11 ഇൻറ്റു R/10 നമുക്ക് കോമൺ ടൈം കിട്ടും. ഓക്കെ, നമ്മൾ പഠിച്ച ഇക്വേഷൻ അനുസരിച്ച് ഇതെന്താണ്, സമ്മേഷൻ എടുക്കുമ്പോൾ ഇത് ഓരോ ടൈം കൂടിയല്ല, 1/11 പ്ലസ് R/10 വരും. R-ന് 1 കൊടുക്കുന്നു. അപ്പോൾ അതെങ്ങനെ വരുന്നത്, ആ സൈഡിലോട്ട് ഞാൻ എഴുതി കാണിക്കാമേ. സമ്മേഷൻ R ഇസ് ഈക്വൽ ടു 0 to 10 1/11 ഇൻറ്റു R/10. ഓക്കെ, R-ന് 1 കൊടുത്താൽ എത്ര വരും, R-ന് 1 കൊടുത്താൽ 1/11 ഇൻറ്റു 10 വരും. R-ന് 2 കൊടുത്താലോ, പ്ലസ് R-ന് 2 കൊടുത്താൽ 2/11 ഇൻറ്റു 10 വരും. ഓക്കെ, പ്ലസ് R-ന് 3 കൊടുത്താലോ 3/11 ഇൻറ്റു 10 വരും. അങ്ങനെ പ്ലസ് എക്സെട്ര പ്ലസ് R-ന് 10 കൊടുത്താൽ 10/11 ഇൻറ്റു 10 വരും. ഓക്കെ ആണല്ലോ.
അപ്പോൾ ഇതിന് ഏത് പുറത്തെടുക്കാം? ഇതിന് നമ്മൾ 1/11 × 10 കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു. ബാക്കി ബ്രാക്കറ്റ് എത്ര വരും? ബാക്കി ബ്രാക്കറ്റിൽ 1 മുതൽ 10 വരെയുള്ള ടേമിൻ്റെ സമ്മ് വരും. ഓക്കെ, 1 മുതൽ 10 വരെയുള്ള ടേമിൻ്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് 10 ടേംസിൻ്റെ സമ്മ് എന്തുവാ? ഫസ്റ്റ് n ടേംസിൻ്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ n × n+1/2 അല്ലേ? അപ്പോൾ ഇവിടെ ഫസ്റ്റ് 10 ടേംസ് അല്ലേ? അപ്പോൾ അതിൻ്റെ സമ്മ് എന്ത് വരും? n 10 ആണ്. 10 × 10+1 11/2 വരും. അപ്പോൾ ഇവിടെ രണ്ടിടത്തും ക്യാൻസൽ ആകുമ്പോൾ എത്ര വരും? ആൻസർ 2 വരും ആൻസർ. ഓക്കെ ആണല്ലോ. അപ്പം ഈ സമ്മേഷൻ ആൻസർ എത്ര വരും? 2 വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? സമ്മേഷൻ r is equal to 0 to 10 ആണ്. ഇതിൻ്റെ ആൻസർ 2 വരും. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ന്യൂമറേറ്റർ r/110 ഉണ്ട്, ഡിവൈഡഡ് ബൈ 2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? r/55 വരും. P of BR given എയുടെ ആൻസർ. ഓക്കെ, അപ്പം P of BR given A is equal to എത്ര വരും? r/55 എന്നും. അപ്പം സമ്മേഷൻ നമുക്ക് അറ്റ്ലീസ്റ്റ് എത്ര ബോളിൻ്റെ കേസാണ് കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ബോയ്ക്ക് കണ്ടത് അറ്റ്ലീസ്റ്റ് 5 ബോളിൻ്റെ കേസാണ്. അപ്പോൾ സമ്മേഷൻ r is equal to 5 to 10 P of BR given A കണ്ടുപിടിക്കണം. അപ്പോൾ സമ്മേഷൻ r is equal to 5 to 10 എത്രയാണ്? 45/55 വരും അല്ലേ? ആറിൻ്റെ വാല്യൂ സമ്മേഷൻ r is equal to 5 to 10 അല്ലേ? അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു r/55 വരും. 45 r/55 വരും. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു അവിടെ 1/55 നമ്മൾ കോമൺ എടുക്കുന്നു. ആറിന് 5 + 6 + 7 + 8 + 9 + 10 വരും. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ് സമ്മേഷൻ r is equal to 5 to 10 P of BR given A എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഡൗട്ട് ഇല്ലല്ലോ. ഇനി അതേപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് known that one urn is filled with 10 balls in the following manner. A coin was tossed 10 times and according as it showed head or tail, one white or one black was put into the urn. A ball is thrown from this urn and it turns out to be white. Find the probability that urn contains only white ball. അതായത് വൈറ്റ് ബോളിനെ മാത്രം കിട്ടാനുള്ള പ്രോബബിലിറ്റി. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. അതായത് ഒരു ഏണിനെ നമ്മൾ 10 ബോൾ കൊണ്ട് ഫില്ല് ചെയ്യുന്നു. ഒരു ഏണിനെ നമ്മൾ 10 ബോൾ കൊണ്ട് ഫില്ല് ചെയ്യുന്നു. ആ ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയുന്നത്, ഒരു കോയിനിനെ നമ്മൾ 10 പ്രാവശ്യം ടോസ് ചെയ്യുന്നു. അക്കോർഡിംഗ് ആസ് ഇറ്റ് ഷോഡ് ഹെഡ് ഓർ ടെയിൽ, വൺ വൈറ്റ് ഓർ വൺ ബ്ലാക്ക് വാസ് പുട്ട് ഇൻ ദ. അതായത് നമ്മൾ ഒരു ഏണിനകത്ത് 10 ബോളിനെ ഇടുന്നത്, ഒരു ഏണിനകത്ത് നമ്മൾ 10 ബോളിനെ ഇടുമ്പോൾ നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുന്നു. കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡാണ് വരുന്നതെങ്കിൽ നമ്മൾ ഒരു വൈറ്റ് ബോളിനെ ഇടും. ഇനി കോയിൻ ടോസ് ചെയ്യുമ്പോൾ ടെയിലാണ് വരുന്നതെങ്കിൽ നമ്മളൊരു ബ്ലാക്ക് ബോളിനെ ഇടും. ഓക്കെ, ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു 10 ബോൾ ഈ കൂടയിലിടുന്നു. മനസ്സിലായോ? കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് വന്നാൽ ഒരു ബ്ലാക്ക് ബോളും വൈറ്റ് ബോളും, ടെയിൽ വന്നാൽ ഒരു ബ്ലാക്ക് ബോളിനെ നമ്മൾ ഇടുന്നു. അങ്ങനെ ഇട്ട് നമ്മൾ 10 ബോൾ ആ കൂടയിൽ ഇടുന്നു. എ ബോൾ ഈസ് ഡ്രോൺ ഫ്രം ദിസ് എൻ. ആ കൂടയിൽ നിന്ന് നമ്മൾ ഒരു ബോളിനെ സെലക്ട് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഈസ് ടേൺ ഔട്ട് ടു ബി വൈറ്റ്. അങ്ങനെ സെലക്ട് ചെയ്ത് പുറത്തെടുക്കുന്ന ബോൾ എന്തായിരിക്കണം? വൈറ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് എൻ കണ്ടെയ്ൻ ഓൺലി വൈറ്റ് ബോൾ. വൈറ്റ് ബോൾ മാത്രം ആ കൂടയിൽ ഉണ്ടാകാനുള്ള പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. അതായത് നമ്മളൊരു കൂട 10 ബോൾ ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്യുന്നു. ഫില്ല് ചെയ്യുന്ന മാനർ എന്ന് പറഞ്ഞാൽ ഒരു കോയിനെ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് വന്നാൽ ഒരു വൈറ്റ് ബോളും ടെയിൽ വന്നാൽ ഒരു ബ്ലാക്ക് ബോളും വെച്ച് ഈ കൂടയിൽ നമ്മൾ ഇടുന്നു. ആ കൂടയിൽ നിന്ന് നമ്മൾ ഒരു ബോളിനെ റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്നു. ആ സെലക്ട് ചെയ്ത് പുറത്തെടുക്കുന്ന ബോൾ വൈറ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ കൂടയിൽ മൊത്തം വൈറ്റ് ബോൾ വരാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. നോക്കിയട്ടെ, എ ഡിനോട്ട് ദ ഇവന്റ് ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ. വൈറ്റ് ബോൾ കിട്ടാനുള്ള ഇവന്റിനെ നമ്മൾ എ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. പിന്നെ ബി ആർ ഡിനോട്ട് ദ ഇവന്റ് ദ എയിം കണ്ടെയ്ൻസ് ആർ വൈറ്റ് ആൻഡ് 10 - ആർ ബ്ലാക്ക് ബോൾ. ബി ആർ എന്ന് പറയുന്ന ഇവന്റിനെ നമ്മൾ എന്തായിട്ട് ഡിനോട്ട് ചെയ്യുന്നു? ആ കൂടയ്ക്കകത്ത് 6 വൈറ്റ് ബോളും പിന്നുള്ള 10 - ആർ ബ്ലാക്ക് ബോളും വരാനുള്ള ഇവന്റിനെ നമ്മൾ ബി ആർ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്താ പ്രോബബിലിറ്റി വേണ്ടത്? വി റിക്വയർ ദ പ്രോബബിലിറ്റി ദാൻ എൻ കണ്ടെയ്ൻ 10 വൈറ്റ് ബോൾ. ആ കൂടയ്ക്കകത്ത് മൊത്തം വൈറ്റ് ബോൾ ആണെന്ന് പറയുമ്പോൾ ആ കൂടയ്ക്കകത്ത് 10 ബോളല്ലേ ഉള്ളത്. അപ്പം ആ 10 ബോളും വൈറ്റ് ആകാനുള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ബേസ് തിയറം അനുസരിച്ച് എന്താ കണ്ടുപിടിക്കേണ്ടത്? P of B10 given A ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം B10 given A കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ബേസ് തിയറം അനുസരിച്ച് എന്താണ്? P of B10 into P of A given B10 divided by summation R is equal to 0 to 10 P of BR into P of A given BR ആയിരിക്കും. ഇതാണ് ഇക്വേഷൻ എന്ന് ഇനി ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ P of BR കാണാനുള്ള ഇക്വേഷൻ തന്നെ. P of BR കാണാനുള്ള ഇക്വേഷൻ NCR
പി റൈസ് ടു ആർ ഇൻറ്റു ക്യൂ റൈസ് ടു എൻ മൈനസ് ആർ ആയിരിക്കും പി ഓഫ് ബി ആർ കിട്ടാനുള്ള ഇക്വേഷൻ. അവിടെ എൻ എന്ന് പറയുന്നത് 10 ആണ്. ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/2 ആണ്. ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/2 ആണ്. ഓക്കെ, അപ്പം എന്നിൻ്റെ സ്ഥാനത്ത് 10CR 1/2 റേസ് ടു ആർ ഇൻറ്റു 1/2 റേസ് ടു 10 മൈനസ് ആർ. ഈ 1/2 റേസ് ടു ആറും 1/2 റേസ് ടു 10 മൈനസ് ആറും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1/2 റേസ് ടു 10 കിട്ടുന്നു. അപ്പോൾ പി ഓഫ് ബി ആർ ഇസ് ഈക്വൽ ടു 10CR ഇൻറ്റു 1/2 റേസ് ടു 10 കിട്ടുന്നു. ഇനി പി ഓഫ് എ ഗിവൺ ബി ആർ എന്നാണ് 10 ബോള്, അതിൽ നിന്നും 6 വൈറ്റ് ബോൾ അല്ലേ. നമ്മളിത് ഇവിടെ എഴുതിയേക്കുന്നത് തന്നെ ബി ആർ എന്ന് പറയുന്നത് എന്താണെന്ന് എടുത്തേക്കുന്നത്, ബി ആർ ഡിനോട്ട് ദ ഈവൻ എൻ കണ്ടന്റ് 6 വൈറ്റ് ബോളും 10 മൈനസ് 6 ബ്ലാക്ക് ബോളും കിട്ടാനുള്ള ഇവന്റിനെയാണ് ബി ആർ എന്ന് എടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബി ആർ പി ഓഫ് എ ഗിവൺ ബി ആർ എത്ര വരും, 6/10 വരും. ഓക്കെ, അപ്പം ഇക്വേഷൻ നമ്പർ 1-നകത്ത് നമുക്ക് ഈ വാല്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 ഇംപ്ലൈസ് പ്രോബബിലിറ്റി ഓഫ് ബി ആർ ഇസ് ഈക്വൽ ടു 10R 1/2 റേസ് ടു 10 അല്ലേ. അങ്ങനെയാണെങ്കിൽ പി ഓഫ് ബി 10 എത്ര വരും, പി ഓഫ് ബി ആർ ഇതാണെങ്കിൽ പി ഓഫ് ബി 10 എന്ത് വരും, 10C10 ഇൻറ്റു 1/2 റേസ് ടു 10 വരും. 10C10 ഇൻറ്റു 1/2 റേസ് ടു 10 വരും. അതാണ് ഇതാ ഈ എഴുതിയേക്കുന്നത്. ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി 10 അല്ലേ. പി ഓഫ് എ ഗിവൺ ബി 10 എന്താണ്, പി ഓഫ് എ ഗിവൺ ബി ആർ ഇതാണെങ്കിൽ പി ഓഫ് എ ഗിവൺ ബി 10 എന്തൊരു, പി ഓഫ് എ ഗിവൺ ബി 10 ഇസ് ഈക്വൽ ടു ആറിന് വരെ 10 കൊടുത്താൽ പോരെ. എ ഗിവൺ ബി 10 ഇസ് ഈക്വൽ ടു 10/10. അപ്പം ഇക്വേഷൻ നമ്പർ 1-ന്റെ ന്യൂമറേറ്റർ ഇങ്ങനെ വരുന്നു. ഡിനോമിനേറ്ററോ സിഗ്മ ആർ ഇസ് ഈക്വൽ ടു 0 to 10 പി ഓഫ് ബി ആർ. പി ഓഫ് ബി ആർ ഇതാ കൊടുത്തേക്കുന്നു 10CR ഇൻറ്റു 1/2 റേസ് ടു 10 വരും. ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി ആർ. എ ഗിവൺ ബി ആറിൻ്റെ വാല്യൂ 6/10 ആണ്. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എത്രയാണ്, 1/29 വരും. എങ്ങനെയാണ് കിട്ടുന്നതെന്ന് അറിയാമോ, 10C10ന്റെ വാല്യൂ 1 ആണ്. ഇവിടെയും 10C10 അത് 1 ആണ്. അപ്പോൾ ബാക്കി അവിടെ ന്യൂമറേറ്റർ എത്ര വരും, ന്യൂമറേറ്റർ 1/2 റേസ് ടു 10 വരും ന്യൂമറേറ്റർ. ഓക്കെ, ഡിനോമിനേറ്റർ ആറിന് 0 1 2 3 എക്സെട്ര കൊടുക്കണമല്ലോ. ആറിന് 0 കൊടുത്താൽ എന്ത് വരും, ആദ്യത്തെ ടൈം 10C0 വരും. ഇൻറ്റു എന്താണ് 1/2 റേസ് ടു 10 ഉണ്ട് R/10. അപ്പോൾ ആറിന് 0 കൊടുക്കണമല്ലോ. ആറിന് 1 കൊടുത്താലോ, ആറിന് 1 കൊടുത്താൽ 10C1 ഇൻറ്റു 1/2 റേസ് ടു 1 ഇൻറ്റു 1/10 വരും. ഓക്കെ, ആറിന് 2 കൊടുത്താൽ എന്ത് വരും, ആറിന് 2 കൊടുത്താൽ 10C2 ഇൻറ്റു 1/2 റേസ് ടു 10 ഇൻറ്റു 2/10 വരും. ഓക്കെ, അങ്ങനെ പ്ലസ് എക്സെട്ര പ്ലസ് ആറിന് എത്ര കൊടുക്കുന്നു, 10 കൊടുക്കുന്നു. ആറിന് 10 കൊടുത്താൽ 10C10 ഇൻറ്റു 1/2 റേസ് ടു 10 ഇൻറ്റു 10/10 വരും. ഓക്കെ ആണോ. അപ്പം ഈ ഡിനോമിനേറ്ററിന് നമുക്ക് ഏത് കോമൺ എടുക്കാം, 1/2 ഇൻറ്റു 1/10 കോമൺ എടുക്കാം. ഓക്കെ, 10C1ന്റെ വാല്യൂ എത്ര, 10C1 ഈക്വൽ ടു 10, 10C2 ആ രീതി സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ ഉള്ള ആൻസർ ഇതെന്താണ്, ഇത് നമ്മുടെ ഈ ഡിനോമിനേറ്ററിന്റെ സമ്മേഷൻ വരും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ന്യൂമറേറ്റർ 1/2 റേസ് ടു 10 വരും. ഡിനോമിനേറ്റർ ആദ്യത്തെ ടൈം ഏതാണ്, 10C1 അല്ലേ. ഏത് പുറത്തെടുക്കാം, 1/2 റേസ് ടു 10 എന്ന് വെച്ചാൽ 1/2 റേസ് ടു 10 വരും അല്ലേ. 1/2 നമുക്ക് പുറത്തെടുക്കാം. 1/2 റേസ് ടു 10 കോമൺ ആയിട്ടൊരു ഉണ്ട്. 1/2 റേസ് ടു 10 പിന്നെ ഏത് കോമൺ എടുക്കാം, ഒരു 1/10 കൂടെ കോമൺ എടുക്കാം. ഓക്കെ, ബാക്കി എന്ത് വരും, ബാക്കി ആദ്യത്തെ ടൈമിനകത്ത് 10C1 വരും. അടുത്ത ടൈമിനകത്തോ 10C1, അടുത്ത ടൈം 10C2 ഇൻറ്റു 2 വരും. പ്ലസ് അടുത്ത ടൈമോ, അടുത്ത ടൈം 10C3 ഇൻറ്റു 3 വരും അല്ലേ. പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് ടൈം എന്ത് വരും, 10C10 ഇൻറ്റു 10 വരും. ഓക്കെ, ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് നിർത്തിയാലും മതി. 1/29 എഴുതണമെന്നില്ല, ഇത്രയും സിംപ്ലിഫൈ ചെയ്ത് നിർത്തിയാൽ മതി. ഓക്കെ ആണല്ലോ. ഇത് ബേസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷനായിട്ട് പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പിന്നെ അതാ 2 ക്വസ്റ്റ്യനോട് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ആ 2 ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പഠിച്ച അതേ രീതിയിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ദെയർ ആർ 3 ബാഗ് ഉണ്ട്, അതായത് 3 ബാഗ്. ആദ്യത്തെ ബാഗിനകത്തുള്ളത് 4 വൈറ്റും 3 ബ്ലാക്കും ബോളുമാണ്. രണ്ടാമത്തെ ബാഗിനകത്തോ ആൻഡ് ദെയർ ആർ 3 ബാഗ്സ് ഉണ്ട്, 3 ബാഗ് ഉണ്ട്. 3 ബാഗിനകത്തിലും ഓരോ ബാഗിലും 4 വൈറ്റും 3 ബ്ലാക്ക് ബോളുമാണ്. ഇനി 4 ബാഗ് ഉണ്ട്. 4 ബാഗിനകത്ത് എത്ര ബോൾ വെച്ചിട്ടാണ്, 2 വൈറ്റും 5 ബ്ലാക്ക് ബോളുമാണ്. ഇനി ഒരു ബാഗിനെ നമ്മൾ റാൻഡമായിട്ട് ചൂസ് ചെയ്യുന്നു, ഒരു ബോളിനെ നമ്മൾ റാൻഡമായിട്ട് ചൂസ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി ബ്ലാക്ക്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ബാഗ് ചൂസൺ ഫ്രം ദ സെറ്റ് ഓഫ് ബാഗ്സ്. ഓക്കെ, അപ്പം എ എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, ബ്ലാക്ക് ബോളിനെ സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ആയിട്ട് എടുക്കുന്നു. ഓക്കെ, നമ്മുടെ ബോൾ ബ്ലാക്ക് ആണല്ലോ. അപ്പോൾ എ ഡിനോട്ട് ദ ഇവന്റ് ഓഫ് ഡ്രോയിങ് എ ബ്ലാക്ക് ബോളും B1 ഉം B2 എന്താണ് ബാഗിനെ സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എടുക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് പ്രോബബിലിറ്റി ഓഫ് B1 എന്ത് വരും, B1 എന്ന് വെച്ചാൽ എത്രയാണ്, 3 ബാഗാണ്. ഇവിടെ 3 ബാഗ്, ഇവിടെ 4 ബാഗ്. അപ്പോൾ ടോട്ടൽ എത്ര ബാഗ് ഉണ്ട്, 7 ബാഗ്.
7 ബാഗിൽ നിന്നും 3 ബാഗിനെ സെലക്ട് ചെയ്യേണ്ട പ്രോബിലിറ്റിയാണ് പി ഓഫ് ബി 1, അത് 3/7 വരും. പി ഓഫ് ബി 2 ആണെങ്കിൽ 4 ബാഗിനെ സെലക്ട് ചെയ്യേണ്ട പ്രോബിലിറ്റി അത് 4/7 വരും. ഇനി എ ഗിവൺ ബി 1 എന്താണ്? ആദ്യത്തെ സെറ്റ് ഓഫ് ബാഗിൽ നിന്നും 3 ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി 3/7 രണ്ടാമത്തെ സെറ്റ് ഓഫ് ബാഗിന് ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി 5/7 വരും. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ട ബേസ് തിയറം അനുസരിച്ച് പി ഓഫ് ബി 1 ഗിവൺ എ ആണ് ബേസ് തിയറം അനുസരിച്ച് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പി ഓഫ് ബി 1 ഗിവൺ എ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? പി ഓഫ് ബി 1 ഗിവൺ എ ഈസ് ഈക്വൽ ടു അതായത് ഇക്വേഷൻ പി ഓഫ് ബി ആണ്. ആ ഇക്വേഷൻ അവിടെ എഴുതിയിട്ടില്ല, നമുക്ക് ആ ഇക്വേഷൻ വേണമെങ്കിൽ എഴുതാം. പി ഓഫ് ബി 1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി 1, പി ഓഫ് ബി 1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി 1 ഡിവൈഡഡ് ബൈ എന്ത് വരും? സമ്മേഷൻ ആണ്, അതായത് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ പി ഓഫ് ബി 1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി 1 പ്ലസ് എന്ത് വരും? പ്ലസ് പി ഓഫ് ബി 2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി 2 വരും. പി ഓഫ് ബി 2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി 2 വരും. ഓക്കെ, പി ഓഫ് ബി 1 3/7 ആണ്, എ ഗിവൺ ബി 1 3/7 ആണ്. പിന്നെ പി ഓഫ് ബി 2 4/7 പി ഓഫ് എ ഗിവൺ ബി 2 5/7 ആണ്. വാല്യൂ അപ്ലൈ ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ ബേസ് തിയറം എന്ന് വന്ന ടോപ്പിക്കിൽ നിന്ന് കമ്പൽസറി ആയിട്ട് പഠിച്ചു വെക്കണം. അതേപോലെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നുള്ളൂ. സെയിം ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ബേസ് തിയറം എന്ന ടോപ്പിക്കിനകത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാമിന് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതേ പാറ്റേണിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പഠിച്ചോണം. ഓക്കെ, പിന്നെ എക്സാമിന് ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി മെഷർ എന്ന് പറഞ്ഞ ചാപ്റ്ററിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എയും ബിയും ഓൾട്ടർനേറ്റ്ലി ത്രോ എ പെയർ ഓഫ് ഡൈസ്. എയും ബിയും 2 പ്രാവശ്യം ത്രോ ചെയ്യുന്നു. എ വിന്ന് ചെയ്യും ഇഫ് ഹി ത്രോസ് 6 ബിഫോർ ബി ത്രോ 7 ആണ്. എ വിന്ന് ചെയ്യുമ്പോൾ 6 കിട്ടിയാൽ എ വിൻ ചെയ്യുന്നു. ഇനി ബി ത്രോ 7 ആയിരിക്കും. ഇനി ബി വിൻസ് ഇഫ് ഹി ത്രോസ് 7 ബിഫോർ ത്രോ 6 ആണ്. പ്രോബബിലിറ്റി ഓഫ് എ വിന്നിങ് ദ ഗെയിം ആണ്. അപ്പം നമുക്ക് എ കിട്ടണമെങ്കിൽ എയുടെ സം എത്ര കിട്ടണം? എയുടെ സം 6 വരണം അല്ലേ? അപ്പം എയുടെ സം 6 വരണമെങ്കിൽ എന്താണ്? എത്ര ഡൈസ് ആണ് ത്രോൺ ചെയ്യുന്നത്? എയും ബി പെയർ ഓഫ് ഡൈസ് ആണ് ത്രോൺ ചെയ്യുന്നത്. അപ്പോൾ പെയർ ഓഫ് ഡൈസ് ത്രോൺ ചെയ്യുമ്പോൾ അതിൻ്റെ സാമ്പിൾ സ്പേസ് എത്രയാണ്? സാമ്പിൾ സ്പേസ് ഈക്വൽ ടു 1 2 അല്ലേ, സോറി 1 1 ന്ന് തുടങ്ങും. 1 1 1 2 അങ്ങനെ 1 3 അങ്ങനെ 1 6 വരുന്നു അല്ലേ? 1 1 1 2 1 3 1 6. പിന്നെ അതിൻ്റെ താഴെ എത്ര വരും? 2 1 2 2 2 6 വരും അല്ലേ? 2 1 2 2 2 6 അങ്ങനെ എക്സെട്ര എവിടെ വരെ വരും? 2 1 2 2 2 6. പിന്നെ 3 1 3 2 3 1 3 2 3 6 3 1 3 2 3 6 അങ്ങനെ എക്സെട്ര എവിടെ വരെ വരും? 6 6 വരും. ഇതിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് പോയിന്റ്സ് എത്രയാണ്? 6 ആണ്. ഇതിനകത്തുനിന്ന് എ വിൻ ചെയ്യണമെങ്കിൽ ഇഫ് ഹി ത്രോസ് ദ സം ആണ്. സം എത്ര കിട്ടണം? എയുടെ സം 6 ആണ് കിട്ടുന്നതെങ്കിൽ എ വിൻ ചെയ്യും. അപ്പോൾ എയുടെ സം 6 കിട്ടാൻ വേണ്ടി ഇതിനകത്ത് ഏതാ? ഇവിടെ 1 4 വന്നാൽ സം എത്ര വരും? 1 4 അല്ല 1 4 അല്ല സോറി 1 5 അല്ലെ? 1ഉം 5ന്റെ സം 6 ആണ്. അടുത്തത് 2ഉം 4ഉം സം 6 ആണ്. പിന്നെ 3യുടെ കേസിൽ 3ഉം 3ഉം സം 6 ആണ്. പിന്നെ വീണ്ടും 4ന്റെ കേസിൽ 4ഉം 2ഉം സം 6 ആണ്. പിന്നെ 5ന്റെ കേസിൽ 5ഉം 1. 6ന്റെ കേസിൽ സം 6 വരുന്ന കേസിൽ 6 1 7 ആണ്. ആദ്യത്തെ സാമ്പിൾ സ്പേസ് 6നകത്ത് 6 1-ലല്ലേ വരുന്നത്? 6 + 1 7 ആണ്. അപ്പോൾ സം 6 കിട്ടാനുള്ള പ്രോബബിലിറ്റി 5/36 ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഈസ് ഈക്വൽ ടു 5/36 കിട്ടും. പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ആണ്. അപ്പോൾ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഈസ് ഈക്വൽ ടു 1 മൈനസ് 5/36 ഈക്വൽ ടു 31/36 കിട്ടും പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ്. ഇനി സം 7 കിട്ടാൻ അതേപോലുള്ള കേസ് ഏതാ? 6/36. സം 7 ആണ്. ആദ്യത്തെ കേസിൽ 1ഉം 6ഉം വരും. രണ്ടാമത്തെ 2 ആകുമ്പോൾ 2ഉം 5ഉം വരും. 3 ആണെങ്കിൽ 3ഉം 4ഉം വരും. പിന്നെ 4 ആണെങ്കിൽ 4ഉം 3ഉം വരും. പിന്നെ 5 ആണെങ്കിൽ 5ഉം 2ഉം വരും. 6 ആണെങ്കിൽ 6ഉം 1ഉം വരും. ഓക്കെ, അപ്പോൾ സം 7 കിട്ടാനുള്ള കേസ് 6/36 ആണ്. പ്രോബബിലിറ്റി ഓഫ് ബിയും എഴുതി, പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെന്റും എഴുതി. അപ്പം എ വിൻ ചെയ്യണമെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇത്രയുമാണ് എ വിൻ ചെയ്യാനുള്ള കേസ്. പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് probability of a complement into probability of b complement into probability of a. അടുത്ത വീണ്ടും probability of a complement into probability of b complement into probability of a complement into probability of b complement into probability of a വരും. എങ്ങനെയാണെന്ന് വെച്ചോട്ടെ? എ വിൻ ചെയ്യണമെങ്കിൽ if he throws sum 6, എക്ക് സം 6 കിട്ടണം ബിഫോർ ബി. ബിക്ക് സം 7 കിട്ടുന്നതിന് മുമ്പായിട്ട് എക്ക് സം 6 കിട്ടിയാൽ എ വിൻ ചെയ്യും. പിന്നെ അതേപോലെ മനസ്സിലായോ? അതായത് ബി ത്രോ സം 7. അതായത് എ വിൻ ചെയ്യണമെങ്കിൽ എന്താണ്? എക്ക് എ വിൻ ചെയ്യണമെങ്കിൽ എക്ക് സം എത്ര കിട്ടണം? 6 കിട്ടണം. അത് ഏതിന് മുമ്പായിട്ടാണ്? ബിക്ക് സം 7 കിട്ടുന്നതിന് മുമ്പായിട്ട് എക്ക് സം 7 കിട്ടിയാൽ എ വിൻ ചെയ്യും.
അതുപോലെ ബി വിൻ ചെയ്യണമെങ്കിൽ എന്താണ്, ബിക്ക് സമ്മ് 7 കിട്ടണം. ഏതിനു മുമ്പായിട്ട്? എക്ക് സമ്മ് 7 കിട്ടുന്നതിന് 6 കിട്ടുന്നതിന് മുമ്പായിട്ട് ബിക്ക് സമ്മ് 7 കിട്ടിയാൽ ബിയും വിൻ ചെയ്യും. ഓക്കെ, അപ്പം അതാണ് ഈ രീതി പോകുന്നത്. അപ്പോൾ ഇതെന്താണ്? ഇതൊരു ജി പി ആണ്. പി ഓഫ് എ ഫസ്റ്റ് ടൈം എടുക്കുന്നു, അടുത്ത ടൈമിനകത്ത് പി ഓഫ് എ കോംപ്ലിമെന്റ് ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ടാമത്തെ ടൈം കിട്ടി. ഇനി അതിൻ്റെ പ്രോഡക്റ്റ് വരുമ്പോൾ മൂന്നാമത്തെ ടൈം. ഇങ്ങനെ കണ്ടിന്യൂഷൻ ആയിട്ട് പോകുമ്പോൾ അതെന്താണ്? ജി പി ആണ്. അവിടുത്തെ ഫസ്റ്റ് ടൈം പി ഓഫ് എ ആണ്. പി ഓഫ് എ കോംപ്ലിമെന്റ് ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ കോമൺ റേഷ്യോ 6 ആണ്. അതിൻ്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ എ ബൈ 1 മൈനസ് 6 ആണ്. എ 5/36 ഡിവൈഡഡ് ബൈ 1 മൈനസ് 6 എന്ന് പറയുന്നത് 31/36 ഇൻറ്റു 30/36 ആണ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ 30/61 വരും. ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ചെയ്ത് പഠിച്ചോണം. റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായല്ലോ? ആദ്യം സമ്മ് 6 കിട്ടാനുള്ള പ്രോബിലിറ്റി, അത് പി ഓഫ് എ, അതിൻ്റെ കോംപ്ലിമെന്റ് പി ഓഫ് എ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാം. സമ്മ് 7 കിട്ടാനുള്ള പ്രോബിലിറ്റി, അത് പി ഓഫ് ബി, അതിൻ്റെ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാം. എ വിൻ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ എക്ക് ആദ്യം എത്ര കിട്ടണം? സമ്മ് 6 കിട്ടണം. അപ്പോൾ പി ഓഫ് എ വന്നാൽ എ വിൻ ചെയ്യും. പിന്നെ എ വിൻ ചെയ്യണമെങ്കിൽ പി ഓഫ് എ കോംപ്ലിമെന്റ് ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെന്റ് ഇൻറ്റു പി ഓഫ് എ. ഏറ്റവും ലാസ്റ്റിലായിരിക്കും എക്ക് സമ്മ് 6 വരുന്നത്. വീണ്ടും അടുത്ത കേസ് എന്താണ്? പി ഓഫ് എ കോംപ്ലിമെന്റ് ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെന്റ് ഇൻറ്റു പി ഓഫ് എ കോംപ്ലിമെന്റ് ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെന്റ് പി ഓഫ് എ പ്ലസ് എക്സെട്ര എന്ന് പറയും. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ടൈം പി ഓഫ് എ ആണ്. കോമൺ റേഷ്യോ എന്ന് പറയുന്നത് പി ഓഫ് എ കോംപ്ലിമെന്റ് ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെന്റ്, അതിനെ 6 എന്ന് വിളിച്ചു. എയും 6ഉം ഉണ്ടെങ്കിൽ സമ്മ് കാണാൻ ഇക്വേഷൻ എ ബൈ 1 മൈനസ് 6 ആയിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്തുള്ളത്. ഇത്രയും ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്ത് പഠിച്ചോളുക. ബേസ് തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിവേഴ്സിറ്റി എക്സാമിന് ഒരുപാട് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത്രയും ക്വസ്റ്റ്യൻസ് കൂടെ ബേസ് തിയറത്തിൻ്റെ ടോപ്പിക്കിൽ നിന്ന് ചെയ്തോണേ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ കൊടുത്തിട്ടുണ്ട്, നോക്കിയട്ടെ. 2 ഫെയർ ഡൈസ് ഡ്രോൺ ചെയ്യുന്നു. 3 ഇവൻറ്റ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്തു. എ എന്ന് പറയുന്ന ഓഡ് ഫേസ് വിത്ത് ഫസ്റ്റ് ഡൈ വരണം. ബി ആണെങ്കിൽ ഓഡ് ഫേസ് സെക്കൻഡ് ഡൈസിൽ വരണം. സി ആണെങ്കിൽ സം ഓൺ ദ 2 ഫേസസ് ഈസ് ഓഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എയും ബിയും സിയും മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ. ഇത് 4 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 2 ഡൈസ് ആണ് ത്രോൺ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സാമ്പിൾ സ്പേസ് ഇതായിരിക്കും. അത് നമുക്കറിയാമല്ലോ. അതിനകത്ത് എത്ര ഇവൻറ്റ്സ് ഉണ്ട്? 36 പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, എ എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്? ഫസ്റ്റ് ഡൈക്കകത്ത് ഓഡ് നമ്പർ വരണം. അപ്പോൾ ഫസ്റ്റ് ഡൈക്കകത്ത് ഓഡ് വരുന്ന 1 1 1 2 അങ്ങനെ 1 6 വരും. പിന്നെ 3 1 2 വരത്തില്ല. 2 1 2 2 ഒന്നും വരത്തില്ല. ഫസ്റ്റ് ഡൈ ഈവൻ നമ്പറാണ്. പിന്നെ 3 1 3 2 3 6 വരും. പിന്നെ 5 1 5 2 5 6 വരും. അങ്ങനെ 18 എണ്ണം വരും. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ഈസ് ഈക്വൽ ടു 18/36 വരും. ഇനി ബി എന്താ പറയുന്നത്? ഓഡ് ഫേസ് സെക്കൻഡ് ഡൈസിൽ വരണം. സെക്കൻഡ് ഡൈസിൽ വരുന്നത് 1 1 1 3 1 5 2 1 2 3. സെക്കൻഡ് പ്ലേസ് എല്ലാം ഓഡ് നമ്പറാണ്. അപ്പം അതിനകത്ത് എത്ര എണ്ണം ഉണ്ട്? അതിനകത്ത് 18 എണ്ണം ഉണ്ട്. പ്രോബിലിറ്റി ഓഫ് ബി ഈസ് ഈക്വൽ ടു 18/36 വന്നു. ഇനി സി എന്താ പറയുന്നത്? രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഓഡ് നമ്പർ വരണം. രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഓഡ് നമ്പർ വരുന്നത് 1 2 1 + 2 3 അല്ലേ? 1 + 4 5. അപ്പം ഇത് ഇത്രയും എന്താണ്? പ്രോബിലിറ്റി ഓഫ് സി. ഇതിനകത്ത് 2 ഇവൻസുകളെ തമ്മിൽ കൂട്ടുമ്പോൾ ഓഡ് വരും. ഓഡ് ഫേസിൻ്റെ സമ്മ് 6 ആണ്. ഓഡ് ഫേസ് വരും. സമ്മ് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഓഡ് വരും. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് സി അതിനകത്ത് 18 വരും. ഓക്കെ, ഇനി എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി എന്താണ്? എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ ആദ്യത്തേത് ഓഡ് നമ്പർ വരണം. പിന്നെ രണ്ടാമത്തേതും ഓഡ് നമ്പർ വരണം. പിന്നെ രണ്ടും കൂടെ കൂട്ടുമ്പോഴും ഓഡ് നമ്പർ വരണം. ഓക്കെ, ആദ്യത്തേത് ഓഡ് നമ്പർ വരുന്ന കേസ് ഇതാണ്. രണ്ടാമത്തേത് ഓഡ് നമ്പർ വരുന്ന കേസ് ഇതാണ്. രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഓഡ് വരുന്ന നമ്പർ വരുന്ന കേസാണ്. അതിനകത്ത് നമ്മൾ നോക്കിയാൽ അറിയാം, അതിനകത്ത് ഇൻ്റർസെക്ഷൻ എടുത്താൽ ഒരു പോയിന്റ് പോലും ഇൻ്റർസെക്ഷനകത്തില്ല. അതുകൊണ്ട് അതിൻ്റെ ഇൻ്റർസെക്ഷൻ എന്താണ്? 0 ആണ്. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് വരാം. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് സി ആണ്. അതുകൊണ്ട് ആ ഇവൻറ്റ്സ് എന്താണ്? മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് അല്ല. ഈക്വൽ ടു ആയിരുന്നുവെങ്കിൽ മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് ആണ്. മ്യൂച്വലി ഇൻഡിപെൻഡൻ്റെയും പെയർ വൈസ് ഇൻഡിപെൻഡൻ്റിൻ്റെയും ഡെഫിനിഷൻ നമ്മൾ പഠിച്ചതാണ്. ആ ഡെഫിനിഷൻ അനുസരിച്ച് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് കൂടെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആയിട്ട് പഠിച്ചു വെച്ചോണം. ഓക്കെ എങ്കിൽ